സ്നേഹാദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുടുംബം, ഇസ്ലാം, ലിബറലിസം എന്ന പുസ്തക ചർച്ചയിലേക്ക് പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹൃദയർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാർ, മോഡറേറ്ററായിട്ടുള്ളത് സമദ് കുന്നക്കാവിൽ എന്ന ഗ്രന്ഥകാരനും പ്രഭാഷകനുമാണ്. പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് ഡയലോഗ് സെൻറ്റർ സംസ്ഥാന പ്രതിനിധി ഹുസൈൻ. പിന്നീട് വിഷയത്തിൽ സംസാരിക്കുന്നത് എഴുത്തുകാരും പ്രമുഖരുമായിട്ടുള്ള അശോകൻ പുതുപ്പാടി, ശ്രീകണ്ഠൻ കരിക്കകം, സി റഹീം എന്നിവരാണ്. എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഡയലോഗ് സെൻറ്ററിൻ്റെ കിം പോസ്റ്റൽ ലൈബ്രറിയുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷനായി സമദ് കുന്നക്കാവിൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യം ആദ്യമായി നേരുകയാണ്. കുടുംബം, ഇസ്ലാം, ലിബറലിസം എന്ന തലവാചകത്തിൽ ടി മുഹമ്മദ് വേളം രചിച്ചിട്ടുള്ള പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വ്യക്തികളും കുടുംബവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും ആ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ കാല പ്രവണതകളെ സംബന്ധിച്ചും ഏറ്റവും പ്രൗഢമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചന ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിന്ന് ഒരുപാട് പുരോഗതിയുടെ പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിക്കൊണ്ട്, സാംസ്കാരികമായിക്കൊണ്ട്, വൈജ്ഞാനികമായിക്കൊണ്ട് നമ്മളിന്നേറെ അഭിവൃദ്ധി കൈവരിച്ചിരിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിരുന്ന മാറവറുതികൾ, പട്ടിണി മരണങ്ങൾ നമ്മെ ഇന്ന് സ്വപ്നത്തിൽ പോലും അലോസരപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തരം പുരോഗതിയുടെ പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ തന്നെ ഒരുപാട് ധാർമ്മികമായ അധപ്പതനങ്ങൾ, സാംസ്കാരികമായ അരാജകത്വങ്ങൾ നമുക്കിടയിൽ ഇന്ന് നിർബാധം വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അഥവാ വർണ്ണശബളമായ ജീവിത നാട്യങ്ങൾക്കപ്പുറം ചില ജീവിത ദുരന്തങ്ങൾ നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിൽ ദൗത്യങ്ങൾ എന്താണ്? കുടുംബവുമായി കൊണ്ട്, സമൂഹവുമായി കൊണ്ട് നമുക്കുള്ള നാഭീനാള ബന്ധം എന്താണ് എന്ന് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണ് ടി മുഹമ്മദ് വേളം രചിച്ചിട്ടുള്ള കുടുംബം, ഇസ്ലാം, ലിബറലിസം എന്ന പുസ്തകം. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സവിശേഷത മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നതാണ്. മനുഷ്യന് നിലനിൽക്കുവാനും പടർന്ന് പന്തലിക്കുവാനും ഒരു താങ്ങും തണലും വളരെ അനിവാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ താങ്ങും തണലും ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അവരുടെ സമൂഹമാണ്, അവൻ്റെ കുടുംബവുമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു ജീവിതം മനുഷ്യന് ഒരിക്കലും സാധ്യവുമല്ല. മത്സ്യത്തിന് ജലം എന്നതുപോലെ മനുഷ്യന് ഒഴിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് കുടുംബം, സമൂഹം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, കുടുംബവും വ്യക്തികളും, സമൂഹവും വ്യക്തികളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമാണ്. അന്യോന്യാശ്രിതമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മളും സമൂഹവും, നമ്മളും കുടുംബവും തമ്മിലുള്ളത്. അത് നമ്മളും കുടുംബവും, നമ്മളും പ്രകൃതിയും, നമ്മളും സമൂഹവും മാത്രമല്ല, നമ്മളും പ്രകൃതിയും തമ്മിലൊക്കെ തന്നെയും ഈ പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത് തിരിച്ച് കാർബൺ തിരിച്ചു വിടുമ്പോൾ ഇവിടെയുള്ള സസ്യങ്ങളൊക്കെ തന്നെയും നമ്മൾ വിട്ട കാർബൺ തിരിച്ചെടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നമുക്ക് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ്
നമ്മളും സമൂഹവും നമ്മളും കുടുംബവും നമ്മളും പ്രകൃതിയും തമ്മിലൊക്കെ തന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചുറ്റുപാടുമുള്ള വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് യാതൊരുവിധ കായ്ക്കനികളും ഫലങ്ങളും നൽകാത്ത ഒരു പാഴ്മരമായി പോകാൻ പാടില്ല ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. മറിച്ച് ഇങ്ങോട്ട് എത്രയാണോ സ്വീകരിച്ചത് അതിനേക്കാൾ ഇരട്ടിയായിക്കൊണ്ട് സമൂഹത്തിലേക്ക് അത് തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ത്യാഗങ്ങളുണ്ട്, ഒരുപാട് കെയറിങ്ങുമുണ്ട്. ചെറുപ്പകാലത്ത്, ഗർഭപാത്രത്തിൽ, മലമൂത്ര വിസർജനത്തിൽ, നമ്മുടെ ആഹാരകാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ഇങ്ങനെ മാതാപിതാക്കളുടെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഒക്കെ ഒരു താങ്ങിലും തണലിലുമാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ സമൂഹത്തിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിച്ചത് എത്രയാണോ അതിനേക്കാൾ ഇരട്ടിയായിക്കൊണ്ടത് തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് എത്രയാണോ നമ്മൾ സ്വീകരിച്ചത് അതിനേക്കാൾ ഇരട്ടിയായിക്കൊണ്ടത് തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുകയാണ്. മലയാളത്തിൻ്റെ കൃതഹസ്ഥനായ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മാഷ് എഴുതിയ കവിതയുടെ പേരാണ് ആശ്വാസം എന്ന് പറയുന്നത്. സ്വന്തം അമ്മ മരിച്ച ഒരു വിരഹവേദനയിലാണ് അദ്ദേഹം ആ കവിത എഴുതുന്നത്. കേട്ടു നോക്കുമ്പോൾ നമ്മൾ തന്നെ വിസ്മയിച്ചു പോകും. അമ്മ മരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ കവിത എഴുതാൻ കഴിയുക? കാരണം അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്നാണ്. അപ്പോൾ നമുക്ക് തോന്നും അമ്മ മരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ആശ്വാസമാകുന്നത്? നാരായണ മാഷ് തിരിച്ചു പറയുന്നത്, ഇനി എനിക്ക് എത്ര വേണമെങ്കിലും അത്താഴ പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങി പാറും വരെ തലതുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഉണ്ടല്ലോ, ചെറുപ്പകാലത്ത് സ്കൂളിലേക്ക്, പള്ളിക്കൂടങ്ങളിലേക്ക് ഒരു കാക്കക്കുളി കുളിച്ച് നമ്മൾ ഓടിപ്പായുന്ന സന്ദർഭത്തിൽ നമ്മുടെ അമ്മ, ഉമ്മ നമ്മളെ ചേർത്ത് പിടിച്ച് നെറുകിൽ പിന്നെയും പിന്നെയും തേച്ചുകൊണ്ടിരിക്കും, പിന്നെയും പിന്നെയും തല ഒപ്പിക്കൊണ്ടിരിക്കും. കൽപ്പറ്റ നാരായണ മാഷ് പറയുന്നത്, ഇനി എനിക്ക് ഉണങ്ങി പാറും വരെ തലതുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. അവസാനത്തെ വരിയാണ് നമ്മുടെ നെഞ്ച് കലങ്ങുന്നൊരു അനുഭവമായി മാറുന്നത്. അദ്ദേഹം പറയുന്നത്, ഇനി എനിക്കെത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പരക്കം പാച്ചിലും നമ്മളെ കാത്ത് ആരോ ഇരിക്കുന്നുണ്ട് എന്ന ഒരു പ്രതീക്ഷയുടെ, ശുഭപ്രതീക്ഷയുടെ പേരാണ് കുടുംബം, സമൂഹം, അമ്മ, മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ കുടുംബവുമായി കൊണ്ടുള്ള നമ്മുടെ ഒരു ബന്ധം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാഭീനാള ബന്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്നാൽ ഈ ബന്ധങ്ങളെ തകർത്ത് കളയുന്ന ലിബറലിസത്തിൻ്റേതായ ഒരു പുതിയ ലോകം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നതാണ്. ആ ലിബറലിസത്തിൻ്റെ ലോകത്ത് മൈ ബോഡി മൈ ചോയ്സ് എന്നതാണ് അത് ലോകത്തോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ശരീരം, എൻ്റെ പണം, എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ചെയ്യും എന്ന് അത് ലോകത്തോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ലിബറലിസം സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള അതിൻ്റെ പ്രതിസന്ധികളെ സംബന്ധിച്ച് അതിനെതിരായി കൊണ്ട് സമൂഹം സുഭദ്രമായ ഒരു കുടുംബത്തിലൂടെ സുരക്ഷിതമായ ഒരു സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശമാണ് ടി മുഹമ്മദ് വേളം ഈ പുസ്തകത്തിലൂടെ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇനി തുടർന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി എന്തെങ്കിലും പരസ്പരം പൂരിപ്പിക്കുവാനോ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അവസാനത്തിൽ ഇടപെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് സ്തുതി. പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഹുസൈൻ കരുനാഗപ്പള്ളി നമ്മോട് സംസാരിക്കും. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയ വായനക്കാരെ, സൂചിപ്പിച്ചതുപോലെ കുടുംബം, ഇസ്ലാം, ലിബറലിസം എന്ന തലവാചകങ്ങളിൽ നിന്നുകൊണ്ട് ടി മുഹമ്മദ് വേളം രചിച്ച ഈ കൊച്ചു കൈപ്പുസ്തകത്തെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. മനുഷ്യ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും മുന്നോട്ടു പോക്കിനും കുടുംബം എന്ന സ്ഥാപനം എത്രമാത്രം അനിവാര്യമാണ് എന്ന് ഇസ്ലാമിക കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് വിരചിതമായിട്ടുള്ള ഒരു കൃതിയാണ് ഇത്. ഈ പുസ്തകം മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ബന്ധങ്ങളുടെയും കേന്ദ്രം കുടുംബമാണ് എന്നതാണ്. കുടുംബമെന്ന സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ അച്ഛൻ, അമ്മ, മകൻ, മകൾ, സഹോദരൻ, സഹോദരി, മുത്തശ്ശൻ, മുത്തശ്ശി
ഇങ്ങനെയൊക്കെ മനുഷ്യൻ അലങ്കരിക്കുന്ന സ്ഥാന പദവികൾ യഥാർത്ഥത്തിൽ മനുഷ്യ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കുകയും ബന്ധങ്ങളുടെ ഒരു ആഘോഷവേദിയായി കുടുംബം മാറുകയും ചെയ്യുന്നു എന്ന് വളരെ കൃത്യമായി ഈ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം അത് പവിത്രമാണെന്നും അത് ദൈവികമായ ഒരു സ്ഥാപനമാണ് എന്നും അത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നതല്ല എന്നും മറിച്ച് മനുഷ്യോൽപത്തിയോളം തന്നെ കുടുംബമെന്ന പവിത്രമായ സ്ഥാപനത്തിനും ചരിത്രമുണ്ട് എന്ന് വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഈ പുസ്തകം ഏറ്റവും ഊന്നൽ നൽകി വിശകലനം ചെയ്യുന്നത് സൂചിപ്പിച്ചതുപോലെ കുടുംബമെന്ന സ്ഥാപനത്തിൻ്റെ നേരെ അപകടകരമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ലിബറലിസം എന്ന സാംസ്കാരിക കാഴ്ചപ്പാടിന് തന്നെയാണ് പുസ്തകം വിശകലനം ചെയ്യുന്നത്. ഒരു സിദ്ധാന്തത്തെയാണ് വിശകലനം ചെയ്യുന്നതെങ്കിൽ കൂടി ഒരു സൈദ്ധാന്തിക വിശകലനങ്ങളുടെ യാതൊരു സങ്കീർണതകളുമില്ലാതെ, ഭാഷാപരമായ കെട്ടിക്കുടുക്കലുകളില്ലാതെ ഏതൊരു സാധാരണക്കാരനും വളരെ ഒഴുക്കോടുകൂടി വായിക്കാൻ കഴിയുന്ന, പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലാണ് ഇതിൻ്റെ ഒരു രചന ശൈലി നിർവഹിച്ചിട്ടുള്ളത്. പ്രധാനമായും ലിബറലിസത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ, ആ ആശയങ്ങളുടെ പിഴവുകളാണ് ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതെത്രത്തോളം മനുഷ്യവിരുദ്ധമായ കാഴ്ചപ്പാടാണ് എന്ന് പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. എന്നല്ല, ലിബറലിസം എന്നത് മുതലാളിത്തത്തിൻ്റെ ഒരു സാംസ്കാരിക കാഴ്ചപ്പാടാണ് എന്നും മുതലാളിത്തത്തിൻ്റെ കച്ചവടത്തിലും ചൂഷണത്തിൽ അധിഷ്ഠിതമായ അവരുടെ കച്ചവട താല്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ലിബറലിസത്തിലൂടെ പുറത്തു വരുന്നത് എന്ന് ഈ പുസ്തകം വളരെ കൃത്യമായി അതിൻ്റെ തെളിവുകളൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയും. ആത്യന്തികമായി മനുഷ്യൻ എന്ന ജീവിയെ നിർവചിക്കുന്നിടത്ത് അത് പരാജയപ്പെട്ടു പോയി എന്നും കേവലം മെറ്റീരിയലായി മാത്രം, ഒരു പദാർത്ഥം മാത്രമായി മനുഷ്യനെ നോക്കിക്കാണുന്ന ഭൗതിക ദർശനങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സാംസ്കാരികമായ നിലനിൽപ്പിൽ, മുമ്പോട്ട് പോക്കിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നും ഈ പുസ്തകം വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പ്രതിപാദിക്കുകയാണ്. എന്നാൽ ഇസ്ലാമാകട്ടെ മനുഷ്യനെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്നും അവന് ഇവിടെ നിർവഹിക്കാനുള്ളത് ദൈവികമായ പ്രതിനിധാനമാണ് എന്നും അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഒരു സവിശേഷത അവനിലെ ധാർമ്മികമായ ബോധമാണ് എന്നും നീതിയോടും നന്മയോടും പ്രതിബദ്ധതയുള്ള ധാർമ്മിക നിയമങ്ങൾ കൊണ്ട് ജീവിതം അതിരിടുമ്പോഴാണ് ജീവിതം മനോഹരമായി തീരുന്നത് എന്നും ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. 77 പേജുള്ള ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് IPH ആണ്. തീർച്ചയായിട്ടും നമ്മുടെ വായനയിൽ, വായനാനുഭവത്തിൽ ഉൾപ്പെടേണ്ടുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസാണ്. അദ്ദേഹം ഗ്രന്ഥകാരനും ഒപ്പം പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിയും പ്രഭാത് ബുക്സിൻ്റെ ഡയറക്ടറും എഡിറ്ററുമാണ് അദ്ദേഹം. സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തെയാണ് നാം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. ചർച്ച ചെയ്യുന്നു എന്ന വാക്ക് ഞാൻ ഒഴിവാക്കുന്നു. കാരണം ഇത് വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട പുസ്തകമാണ് എന്നാണ് എൻ്റെ പക്ഷം. വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വ്യക്തിയധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളും വ്യക്തിയാണ് പ്രധാനം എന്ന് കരുതുന്ന സങ്കല്പങ്ങളുമാണ്. ലോക മുതലാളിത്തം മുന്നോട്ട് വയ്ക്കുന്നത് നിൻ്റെ ജീവിതം, നിൻ്റെ മാത്രം കാര്യം, നീ ഏറ്റവും നന്നാവുക, നീ മാത്രം നന്നാവുക എന്ന ആശയമാണ്. അതിനായുള്ള പരസ്യങ്ങളും അതിനുവേണ്ടിയുള്ള ഭൗതിക സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും
അതുവഴി നേട്ടമുണ്ടാക്കുകയുമാണ് ലോക മുതലാളിത്തത്തിൻ്റെ താല്പര്യം. അതാണ് ആ താല്പര്യത്തിൽ ആധ്യാത്മിക ചിന്തയുള്ള ആളുകൾ പോലും വീണുപോകുന്നു എന്നതാണ് വർത്തമാനകാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. യഥാർത്ഥത്തിൽ പുരോഗമനം നമ്മൾ പറയുമ്പോൾ നമുക്ക് ആധ്യാത്മിക കാര്യങ്ങളെ ഒഴിവാക്കി നിർത്തും. പക്ഷേ എത്ര ഒഴിവാക്കി നിർത്തിയാലും ചിന്ത എന്നൊന്നും നമ്മളോടൊപ്പമുണ്ട്. ചിന്ത എന്നതും പ്രതിഭ എന്നതും നമുക്ക് ഭൗതികമായി എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ആന്തരികമായിട്ടാണ് ദർശനങ്ങളൊക്കെ രൂപപ്പെടുന്നതും കലയും സാഹിത്യവും ഒക്കെ രൂപപ്പെടുന്നതും ലോകത്തിലെ മാറ്റങ്ങൾക്കുള്ള വഴി തുറക്കുന്നതും എല്ലാം ആന്തരികമായിട്ടാണ്, ഒരിക്കലും ഭൗതികമായിട്ടല്ല. പുറത്തല്ല നടക്കുന്നത്, അകത്താണ് നടക്കുന്നത്. മാറ്റങ്ങളെല്ലാം അകത്താണ് നടക്കുന്നതെങ്കിലും മനുഷ്യനെന്ന സാമൂഹിക സൃഷ്ടി, മനുഷ്യനെന്ന സാംസ്കാരിക ബോധമുള്ള ഒരു സൃഷ്ടി ഉണ്ടാകുന്നതും അകത്താണ് അതിൻ്റെ മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. അങ്ങനെ ആന്തരികമായ ഈ സൗന്ദര്യത്തെയും ആന്തരികമായ വലുപ്പത്തെയും ആന്തരികമായ മാനുഷികതയെയും വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു ആധുനികമായ ചിന്തകളുടേതായ ഒരു വലിയ സമുച്ചയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇതര മതങ്ങളിൽ നിന്നും ഇസ്ലാം എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതര മതങ്ങളിൽ നിന്ന് കൂടുതൽ നവീനമാണ് ഇസ്ലാം എന്നതാണ്. പ്രത്യേകിച്ചും ഇസ്ലാം ആന്തരികമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മതമായി നിൽക്കുമ്പോൾ തന്നെ ഭൗതികമായ നിരവധി കാര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. മറ്റു മതങ്ങളൊന്നും, ലോകത്തിലെ മറ്റൊരു മതവും മനുഷ്യൻ്റെ പേഴ്സണൽ ഹൈജീനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, ജനനം മുതൽ മരണം വരെയുള്ള അവൻ്റെ ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം നിഷ്കർഷകൾ ഉണ്ടാവണം, എന്തെല്ലാം അടക്കങ്ങളുണ്ടാകണം, എന്തെല്ലാം ഒഴിവാക്കണം, എന്തെല്ലാം ചിട്ടകളുണ്ടാകണം, ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്ന ഏക മതം ഇസ്ലാം മതമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇസ്ലാം മതം ശാസ്ത്രീയമായൊരു മതമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോഴുണ്ടാകുന്ന എന്തെല്ലാമാണോ അത്തരം കാര്യങ്ങളുടെ വേരുകൾ നമുക്ക് ഇസ്ലാം മതത്തിൽ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് നാം നേരിടുന്ന ഏറ്റവും പ്രബലമായ ഒരു വെല്ലുവിളിയാണ് ലിബറലിസം എന്നത്. ആ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുവാനും അതേ മതത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ വല്ലാതെ സന്തോഷിക്കുന്നു എന്ന് തുടക്കത്തിലേ പറഞ്ഞു കൊള്ളട്ടെ. ഒരുപക്ഷെ ഈ നിയമസഭാ സമുച്ചയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, അവതരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സവിശേഷ പ്രാധാന്യമുള്ളൊരു ഗ്രന്ഥത്തെയാണ് നാം ഇന്നിവിടെ അന്യോന്യം പങ്കുവയ്ക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കുടുംബം എന്നത് തകരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത അടുത്ത കാലത്തൊക്കെ നമ്മൾ കാണുകയാണ്. പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. പത്രങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അതൊരു വലിയ വാർത്തയായി നമ്മൾ കരുതുന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ വന്നാൽ ആ പൊള്ളൽ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ നാട്ടിലെ ഏറ്റവും മിടുക്കരായ, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പഠിക്കുകയും പഠിച്ചു കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായി നമ്മുടെ ലോകം മാറുകയാണ്. ഇത് വൈദേശികമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടെയുമുണ്ട്, നമ്മുടെ നാട്ടിലും ആ ചിന്തയുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ ലോകമാകെ ഇത്തരം ഒരു ആശയത്തെ പ്രചരിപ്പിക്കുകയും വളരെ ബോധപൂർവം വ്യക്തിനിഷ്ഠമായിട്ടുള്ളൊരു കാലത്തെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മകളെ ഒഴിവാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് വലിയൊരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതിനിൽ. ഈ ലിബറലിസം എന്ന് പറയുന്നത് അങ്ങനെ ആന്തരികമായ ആശയവ്യക്തതകളൊന്നല്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നീ മാത്രമാണ് എന്ന് അവനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാർത്ഥതയുടെ പരമകോടിയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയും തൊട്ടടുത്തിരിക്കുന്നവൻ്റെ ധർമ്മസങ്കടങ്ങളെയോ അവൻ്റെ വിഷമങ്ങളെയോ ഒരിക്കലും അറിയാതിരിക്കുകയും ചെയ്യുക എന്നത് ഒരുവൻ്റെ കർത്തവ്യമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ലിബറലിസത്തിൻ്റെ അപകടം എന്ന് പറയേണ്ടി വരും. ഈ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. ബുദ്ധമതത്തിന് ഭാരതീയമായ ഒരു ഏറ്റവും ഉന്നതമായ ഒന്നാണ് യഥാർത്ഥത്തിൽ ബുദ്ധമതം. ബുദ്ധൻ പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, കൃത്യമായി ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ നവോത്ഥാനം നമ്മൾ കരുതുന്നത് ഇന്ത്യൻ നവോത്ഥാനം ആരംഭിച്ചത് ബംഗാളിൽ നിന്നാണ്. അല്ല, ഇന്ത്യൻ നവോത്ഥാനം ആരംഭിച്ചത് കേരളത്തിൽ നിന്നാണ്. ബംഗാളിലുണ്ടായ നവോത്ഥാനം സമൂഹത്തിൻ്റെ ഉന്നതമായ തലത്തിൽ മാത്രമാണ് ഉണ്ടായത്. പറഞ്ഞാൽ സവർണർക്കിടയിലുണ്ടായ നവോത്ഥാനമാണ്. യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ അടിമുതൽ മുടിവരെ ഉണ്ടാകേണ്ട മാറ്റങ്ങളാണ്. അത്തരം മാറ്റങ്ങൾ ഉണ്ടായത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എന്ന ഇന്ന് നമ്മൾ ഗുരുദേവൻ എന്നൊക്കെ പറയുമ്പോൾ അന്നൊരു ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരൻ ഒരാൾ ഒരു കല്ലെടുത്ത് മറ്റൊരു കല്ലിന് പുറത്ത് വെച്ചിട്ട് ഇത് ശിവനെന്ന് പറയുകയും നൂറ്റാണ്ടുകളായി നിലനിന്ന ഈ ഭാരതത്തിൻ്റെതായ സവർണ മേധാവിത്വത്തെ തകർന്ന് തരിപ്പണമാക്കുകയും ചെയ്തു. അവിടെ തുടങ്ങുന്നു നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠയിലാണ് നവോത്ഥാനം ആരംഭിക്കുന്നതെങ്കിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 2 വരികൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനന് സുഖത്തിനായി വരയണം എന്ന് പറയുന്നത്. അത് ഈ പുസ്തകത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നു. ഭാരതീയമായ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു തത്വശാസ്ത്രം ആണ് ബുദ്ധചിന്തകളെങ്കിൽ ആ ബുദ്ധമത ചിന്തകളിൽ പറയുന്നു
ഇതുള്ളത് കൊണ്ടാണ് അതുള്ളതെന്ന് പറയുന്നത് കൃത്യമായിട്ട്. അപ്പോൾ രണ്ട് പരസ്പരത്തെക്കുറിച്ച് കൃത്യമായി ബുദ്ധൻ പറയുന്നു. ഇവിടെ നോക്കുക, ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നു, അവരനെക്കുറിച്ച് അവരൻ്റെ സുഖത്തിനായി വരണം, അവരനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. തൻ്റെ എല്ലാ നേട്ടങ്ങളും തൻ്റെ എല്ലാ സുഖങ്ങളും തൊട്ടടുത്തിരിക്കുന്ന ആളിന് കൂടി സുഖമായി തീരുന്നില്ല എങ്കിൽ തൻ്റെ നേട്ടങ്ങളും തൻ്റെ സുഖത്തിനൊന്നും അർത്ഥമില്ല എന്നുകൂടി അതിനർത്ഥമുണ്ട്. അവന് കൂടി സുഖമായി വരണമെന്ന് മാത്രമല്ല, അത് നിരർത്ഥകമാണ് നിൻ്റെ നേട്ടങ്ങൾ എന്ന് കൃത്യമായി സ്ഥാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ലിബറലിസം എന്ന് പറയുന്ന ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് തൊട്ടടുത്തിരിക്കുന്നവൻ്റെ സങ്കടങ്ങളെ നീ അറിയുകയേ വേണ്ട എന്നാണ്. യഥാർത്ഥത്തിൽ കുടുംബം എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഈ സമൂഹത്തെ നിലനിർത്തുന്നത്, മനുഷ്യനെ നിലനിർത്തുന്നത്, മാനവികതയെ നിലനിർത്തുന്നത്. ആ അർത്ഥത്തിൽ കുടുംബം എന്ന ഈ മഹത്തരമായ ഇൻസ്റ്റിറ്റ്യൂഷനെ നിലനിർത്തുക എന്ന സവിശേഷമായ ശ്രദ്ധയോടുകൂടിയാണ് ഈ ഗ്രന്ഥം ബഹുമാനനായ ശ്രീ ടി മുഹമ്മദ് വേളം രചിച്ചിരിക്കുന്നത് എന്ന് കാണേണ്ടി വരും. നമ്മുടെ കാലഘട്ടം അഭിസംബോധന ചെയ്യേണ്ട ഏറ്റവും ഉന്നതമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് അദ്ദേഹം സ്പർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. ഈ ഗ്രന്ഥം ചെറുപ്പക്കാർ ഇവിടെ ഇരിക്കുന്നവർ നല്ലൊരു ശതമാനവും മുതിർന്നവരാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ഗ്രന്ഥം നമുക്ക് നന്നായി പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരുമായി ഈ ഗ്രന്ഥത്തെക്കുറിച്ച് വർത്തമാനം പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ കലാലയങ്ങളിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ ഭൗതിക സൗകര്യങ്ങളുള്ളവർക്കിടയിലാണ് ലിബറലിസം കൂടുതൽ വന്നിരിക്കുന്നതെന്ന് കൂടി ആലോചിക്കണം. എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളപ്പോഴാണ് ലിബറലിസം അവിടെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നത്. തീരെ പട്ടിണിയും കഷ്ടപ്പാടുമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയില്ല, തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ കഴിയുകയില്ല. സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കണം, ബുദ്ധിമുട്ടുണ്ടാകും, പല കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. പക്ഷേ സമ്പന്നമായ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം അവർക്ക് വേറെ ആരെയും പ്രശ്നമല്ല, അവർ മാത്രമാണ് പ്രശ്നം എന്നവരെ പഠിപ്പിക്കുന്ന ലിബറലിസത്തിൻ്റെ തന്ത്രങ്ങളെ, അപകടകരമായ തന്ത്രങ്ങളെ ഈ പുസ്തകം കൃത്യമായി അക്കമിട്ട് നിരത്തി ചോദ്യം ചെയ്യുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കുടുംബം, ഇസ്ലാം, ലിബറലിസം എന്ന ഈ ഗ്രന്ഥത്തെ മുൻനിർത്തി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കലാലയങ്ങളിൽ ചർച്ചകൾ സംഘടിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ പുതിയ തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്നു, പുതിയ തലമുറയെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇത് ഇത്തരമൊരാശയം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഇസ്ലാം എൻ്റെ ചിന്തയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത് പറഞ്ഞു വയ്ക്കുന്നത് വളരെ നല്ലതാണ് എനിക്ക് തോന്നുന്നു. കാരണം ഈ തുടക്കത്തിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബം ചരിത്രപരമല്ല ദൈവികമാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ആ ചാപ്റ്റർ ഞാൻ പലതവണ വായിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ദൈവികമാണ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും, അവൻ്റെ സത്തയിൽ നിന്നും, അവൻ്റെ ചിന്തയിൽ നിന്നും, അവൻ്റെ ആത്മാവിഷ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് കുടുംബം. മനോഹരമായ കുടുംബം ഉണ്ടാകുന്ന ആളെല്ലാം നല്ല ആളുകളായിരിക്കും. മനോഹരമായ കുടുംബം നിലനിർത്തുന്ന ആളുകൾക്കെല്ലാം സൗന്ദര്യബോധമുള്ളവരായിരിക്കും. മനോഹരമായ കുടുംബമുള്ള ആളുകൾക്കെല്ലാം മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടാകും, സ്നേഹമുണ്ടാകും, കരുണയുണ്ടാകും. അപ്പോൾ സദ്ഗുണങ്ങളെല്ലാം ഉൾച്ചേർന്നതാണ് കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും ആന്തരികമാണ്, ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അത് ഡിവൈനാണ്, അത് പവിത്രമാണ് എന്ന് സ്ഥാപിക്കുകയാണ് അദ്ദേഹം ആദ്യത്തെ ചാപ്റ്ററിലൂടെ ചെയ്തു വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം അങ്ങേയറ്റം പ്രാധാന്യമുള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ ആലോചനകളും കൂടുതൽ ചിന്തകളും കൂടുതൽ ചർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമയപരിധി മൂലം ഞാൻ ഈ പുസ്തകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ പുസ്തകം ഇസ്ലാം എന്ന ഏറ്റവും സവിശേഷമായ ഒരു ശാസ്ത്രീയമായ ചിന്ത സമൂഹത്തിന് നൽകുന്ന വർത്തമാനകാലത്തെ ഏറ്റവും അപകടകരമായൊരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടി ഈ പുസ്തകത്തിനുണ്ട്. ഈ പുസ്തകം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശാസ്ത്രീയമായ സമീപനങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഇസ്ലാമിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ്, നവീന ലോകത്തിൽ ഉണ്ടാകുന്ന ഒരു ഗൗരവമായ ഇടപെടലാണ് ഈ ഗ്രന്ഥം എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തായി നമ്മോട് സംസാരിക്കുന്നത് എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ സി റഹീം അവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി 15 മിനിറ്റാണുള്ളത്. അപ്പോൾ എനിക്ക് 5 മിനിറ്റാണ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞതായിട്ട് കരുതുക. ബഹുമാന്യരായ മുൻ മന്ത്രിയും റിയാസ് സാറും ഒക്കെ ഉണ്ട്. 2-3 വാക്കുകൾ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. എന്തായാലും പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ തെറ്റിദ്ധരിക്കപ്പെട്ട മതം എന്നൊരു ഗ്രന്ഥമുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ കാലത്ത് അങ്ങനെയല്ല, ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഇത്തരം ധാരാളം പുസ്തകങ്ങൾ പുറത്തു വരണം. അതിലെ സമ്പൂർണ്ണം അല്ലെങ്കിൽ പൂർണ്ണ ആശയം എന്നത് നമ്മൾ കരുതേണ്ട. ഏത് പുസ്തകങ്ങൾ വന്നാലും അത് ചർച്ച ചെയ്ത് ആളുകളത് കൂടുതൽ മനസ്സിലാക്കട്ടെ. ഇപ്പോഴും സമൂഹത്തിൽ വളരെ അജ്ഞത ഈ മതത്തെ സംബന്ധിച്ചിട്ടുണ്ടെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. എന്തായാലും കുടുംബം, ഇസ്ലാം, ലിബറലിസം എന്ന ബുക്ക് ഈ ആധുനിക ലോകത്തിൻ്റെ വളർച്ചയോ അല്ലെങ്കിൽ
അതിൻ്റെ സഞ്ചാരത്തെ ഏറ്റവും പുതിയ തലത്തിൽ നിന്ന് വിശകലനം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ടി മുഹമ്മദ് വേളം നടത്തിയിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ബെർനാഡ് ഷാ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞു, ബ്രിട്ടനോ അമേരിക്കയ്ക്കും ഒക്കെ ഇനി ഇസ്ലാമവൽക്കരിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നിട്ട് താങ്കൾ എന്താണ് ഇസ്ലാം മതം സ്വീകരിക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെക്കുറിച്ചാണ് പറഞ്ഞത്, മുസ്ലിങ്ങളെക്കുറിച്ചല്ല എന്ന്. അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ചിന്തയാണ്. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരു മനുഷ്യനും അതിൻ്റെ ആന്തരിക നവീകരണ ശക്തിയെ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഗ്രന്ഥത്തിലും അതിനെ സംബന്ധിച്ചിട്ടുള്ള ചിതറിയ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാമിക മൂല്യങ്ങൾ ആധുനിക നാഗരിക വളർച്ചയിൽ പല ഭാഗങ്ങളിലും ശക്തമായി നിലകൊള്ളുന്നുണ്ട്. പക്ഷെ പലരും അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് ഇസ്ലാമിൻ്റെ മുന്നോട്ട് വെച്ച ചിന്താ പദ്ധതിയിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നതാണ് എന്ന്. പിന്നെ ഇവിടെ നമ്മൾ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ചോണം. കേരളീയ സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി 2 മിനിറ്റാണ് ഉള്ളത്. കുടുംബം ഇപ്പം ഇസ്ലാം അതിൻ്റെ തുടക്കകാലത്തിൽ കാണിച്ചിരുന്ന അതിൻ്റെ വിശാലത, പിന്നീട് വന്ന പണ്ഡിതന്മാർ അനാവശ്യമായ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് ഇതിനെ ഇടുക്കമാക്കി മാറ്റിക്കളഞ്ഞു. തുറന്ന വാതിലുകളെല്ലാം അതിനെ അടച്ചു. ഇനിയും ഈ 2024 ചെയ്യേണ്ടത് അടച്ച വാതിലുകൾ തുറക്കാൻ കഴിയുമോ നമുക്ക് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെ വളരെ ആഴത്തിൽ ഞാൻ ഈ വക്കമൗലവിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അന്നേ അത് മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം അവസാനം പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത് വളരെ അതൊന്നും സംസാരിക്കാൻ സമയമില്ല. എന്തായാലും കാലോചിതമായ ജീവിതം വളരെ പ്രധാനമാണ്. ഇസ്ലാം അങ്ങനെയാണ് മുന്നോട്ട് വെച്ചത്. നമ്മുടെ കേരളത്തിൽ പോലും ഈ അടുത്ത കാലത്ത് മലബാർ മേഖലയിൽ ഉള്ള ആൾക്കാരുണ്ട്. മലബാർ മേഖലയിൽ കൂട്ടുകുടുംബമുണ്ട്. ഇപ്പോഴും മുസ്ലിങ്ങൾ മറ്റു പല സമൂഹങ്ങൾ ഒഴിവാക്കി, നിയമമൂലം ഒഴിവാക്കി. ഇപ്പം നമ്മുടെ ശ്രീമൂലം പ്രജാസഭയെ തന്നെ തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥിതി അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിയമം കൊണ്ടുവന്ന് റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും മലബാറിൽ കൂട്ടുകുടുംബമുണ്ട്. അത് നിയമപരമായി അതിന് സാധുതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഭൂരിപക്ഷം പെൺകുട്ടികളും പറഞ്ഞത് ഈ സിസ്റ്റം നിലനിൽക്കണമെന്നാണ്. കാരണം ഒരു വലിയ സംരക്ഷണമാണ്. അത് ഈ ബുക്കിലും പറയുന്നുണ്ട്. വേറൊരു തരത്തിൽ കുടുംബം നൽകുന്ന സംരക്ഷണം വലുതാണ്. പക്ഷേ സ്ത്രീകൾ ഒന്ന് ഓർത്തോണം, ഇതിൻ്റെ പേരിൽ അടിച്ചമർത്താനുള്ള ശ്രമം പുരുഷന്മാർ ബോധപൂർവം ചെയ്യും. കാരണം ഈ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ പള്ളിയിൽ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും അച്ഛനും അമ്മയും അല്ലെങ്കിൽ പാപ്പായും ഉമ്മയും എല്ലാവരും ചേർന്നാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ക്രമേണ 10-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് മാറി. അവിടെ വസ്ത്രധാരണ രീതി, ചിന്താ രീതി. ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കോൺഫറൻസിൽ ഞാൻ വന്നപ്പം ഒരു വിദേശികളെല്ലാം പങ്കെടുക്കുന്നത് തിരുവനന്തപുരത്ത് ഇവിടെ കഴിഞ്ഞ ദിവസം നടന്നു. അതിലൊരു സ്ത്രീ മൂടുപടം മറച്ച് വെച്ചിട്ട് അതിനകത്തൂടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് എന്തോ വിദ്യാഭ്യാസം ഇവർ ചെയ്യുന്നത്? ഇസ്ലാം ആദ്യം വന്ന രാജ്യങ്ങളൊന്നാണ് നമ്മുടെ രാജ്യം. നമ്മുടെ പഴയ ആൾക്കാരുടെ വസ്ത്രധാരണ രീതി നോക്കി എത്ര സ്വരച്ചേർച്ചയോടെയാണ് ഇസ്ലാം ഓരോ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. അതൊക്കെ ഇത്ര വികൃതമായി ഇതിനെ ആരാണ് മാറ്റി തീർക്കുന്നത്? സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹം പലതരത്തിൽ ചിന്തിക്കുന്നുണ്ട്. വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള കാര്യം ലോകത്തുള്ള ആദ്യകാലത്ത് നോക്കണം. 8 ധാരാളം ഇപ്പോൾ അക്കമൗലയുടെ കാര്യം തന്നെ എടുത്താൽ അദ്ദേഹത്തിന് 8-10 ഭാഷ അറിയാമായിരുന്നു. പക്ഷേ ഒന്നിലും ഒരു വെച്ച് വിജ്ഞാനത്തെ ഈ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷമായ സംഭാവന എന്താണെന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മറ്റെല്ലാ നമ്മുടെ മനുഷ്യനുണ്ടാക്കിയതിന് അപ്പുറത്ത് കഴിവിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അതിൽ എല്ലാവരും എടുത്ത് ഉദ്ധരിക്കുന്ന വാക്കുണ്ട് അറബിയേക്കാളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനം ഒരാളിൻ്റെ കഴിവിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആധുനിക സമൂഹം അങ്ങനെയാണ് വരുന്നത്. നമ്മൾ എക്സാമിനേഷൻ വെക്കുന്ന എല്ലാം കഴിവിനല്ലേ. മറ്റേത് നമ്മൾ കുടുംബം നോക്കിയിട്ട് വെക്കും, അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും. പിന്നെ കുടുംബത്തിൻ്റെ കാര്യം പറയുമ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കുടുംബത്തിലെല്ലാം സുരക്ഷിതമാണെന്ന് കരുതരുത്. കൂട്ടുകുടുംബത്തിലെ വ്യവസ്ഥയിൽ ധാരാളം പോരായ്മകളുണ്ട്. അറിയാമല്ലോ, അമ്മാവൻ്റെ മുമ്പിൽ കൂടെ ചെരുപ്പിട്ട് പോലും നടക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് തറവാട്ടിൽ സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ല. ഇസ്ലാം എപ്പോഴും ഈ സാമൂഹ്യ ജീവിതത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും
ഒരു പ്രത്യേക റേഷ്യോയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസം കൂടുതലും സാമൂഹ്യ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ വ്യക്തി സ്വത്തിനെ പോലും തകർക്കുകയും ചെയ്തപ്പോൾ ഇതങ്ങനെയല്ല. നിങ്ങൾ സ്വത്തുണ്ടായിക്കോളൂ, പക്ഷേ നിങ്ങളുടെ സ്വത്തിൽ നിന്നൊരു ഭാഗം സമൂഹത്തിന് മാറ്റി വെച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ വളരെ വളരെ പ്രധാനമാണ്. അത് നമ്മളൊരു ആഹാരം ഉണ്ടാക്കുന്ന പോലെയാണ്. ഏറ്റവും രുചികരമായ ആഹാരം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാം ചേരുവകളും കൃത്യമായിരിക്കണം. അപ്പോൾ പരമാവധി ചേരുവകൾ ചേർന്നിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങളും കാര്യങ്ങളും നടക്കണം. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ഈ നമ്മൾ വസ്ത്രധാരണ രീതി ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വലിയ ഒരു പക്ഷേ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആദ്യം സ്വത്ത് കൊടുത്ത് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, കുടുംബത്തെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും. എന്തായാലും സമയമില്ല ഇതിനൊന്നും. പക്ഷേ എന്തായാലും ഒരു കാര്യം ചിന്തിക്കാനുള്ള അവസരം ആരും കളയണ്ട. ഈ പുസ്തകം വായിക്കുക, ധാരാളം പുസ്തകങ്ങൾ വായിക്കുക. നമസ്കാരം. സാംസ്കാരിക പ്രവർത്തകനും മുൻ ഡെപ്യൂട്ടി സ്റ്റേറ്റ് ലൈബ്രറിയനുമായ അശോകൻ പുതുപ്പാടിയാണ് നമ്മോട് സംസാരിക്കുന്നത്. വേദിയിലും സദസ്സിനുമുള്ള ബഹുമാനരെ, ഇത്തരമൊരു പുസ്തക പ്രദർശന വേദി തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇനി വരും തലമുറ തീർച്ചയായും ഒരു നല്ലൊരു സാംസ്കാരിക ജീവിതത്തിലേക്ക് ഒരു കാറ്റലോഗ് എന്നതുപോലെ ഉപയോഗിക്കപ്പെടേണ്ടതുമായ പുസ്തകമാണ് ഈ കുടുംബം, ഇസ്ലാം, ലിബറലിസം എന്നത്. ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു കുടുംബം അല്ലെങ്കിൽ നല്ലൊരു സമൂഹം എങ്ങനെ സൃഷ്ടിക്കപ്പെടണം എന്നതിൻ്റെ അതിൽ ഇന്നത്തെ പൂർണ്ണമായും ലിബറലിസത്തിൻ്റെ പിടിയിൽ അമർന്ന സമൂഹത്തിൽ നിന്ന് നമുക്കൊരു തിരിച്ചറിവ്, എങ്ങനെയൊക്കെ തിരിച്ചറിവ് കിട്ടാമെന്നതിൻ്റെ ഒരു ഇന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണിത്. ഏകദേശം ഇതിന് വെറും 179 പേജിലാണ് ഈ പുസ്തകം ഉള്ളത്. 79 പേജ് ഒന്നൊരു പ്രശ്നമല്ല. ഇതൊരു 790 പേജിൻ്റെ കാളും കൂടുതൽ ഒരു വിവരം ഈ പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. 15 അധ്യായങ്ങളിലൂടെ നമ്മുടെ ലിബറൽ സമൂഹം, അതുപോലെ സമത്വം, ന്യൂട്രാലിറ്റി, നവോത്ഥാനം, അങ്ങനെ നമ്മൾ ഇന്ന് കൊണ്ടാടപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാം ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് കൃത്യമായി ഒരു വെളിച്ചം വീശുന്ന ഒരു കണ്ണാടിയായിട്ടാണ് ഈ പുസ്തകം മാറുന്നത്. എൻ്റെ മുമ്പ് സംസാരിച്ച വള്ളിക്കാവ് പറഞ്ഞതുപോലെ ഈ പുസ്തകം തീർച്ചയായും വായിക്കേണ്ടത് നമ്മൾ ഹൈസ്കൂളിന് മുകളിലുള്ള കുട്ടികൾക്കാണ്. നമ്മളെ കുട്ടികളിപ്പം ഈ കോവിഡ് കഴിഞ്ഞ ശേഷം ആദ്യം പഠനം മൊത്തം മൊബൈലിലേക്ക് മാറി. മൊബൈലിൽ വന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അതിൽ അൽഗോരിതംസാണ്. നമ്മൾ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളുടെ നമ്മളുടെ ശരീരത്തിലുള്ള ബോഡി കെമിസ്ട്രി അനുസരിച്ച് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മളെ പ്രായത്തിനനുസരിച്ച് ആഗ്രഹിക്കുന്നത് എന്താണോ അതിൽ നിന്ന് അതിൻ്റെ ശൃംഖലയായി പോയി കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന ഘട്ടങ്ങളിൽ എത്തിപ്പെടുകയാണ്. പുതിയ ഈ നവോത്ഥാനം അതുപോലെ പുതിയ കാലങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ ഇക്വാലിറ്റി, സ്ത്രീ സമത്വം, ഇതൊക്കെ പറയുമ്പം ഇതൊക്കെ നമുക്ക് പുതിയ കാലവും പുരോഗമനവും ഒക്കെ പറയുകയാണെങ്കിൽ തന്നെയും ഇതിൽ കടന്നിരിക്കുന്ന അപകടം, ഇതെങ്ങനെയാണ് ഒരു മുതലാളിത്ത സമൂഹം, ഒരു വാണിജ്യ സമൂഹം നമ്മളെ ഇതിൽ ഒരു കരുവാക്കി തീർക്കുന്നതെന്ന് പുസ്തകം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഘട്ടം ഘട്ടമായിട്ട് ഏറ്റവും പ്രാഥമികമായ നമ്പൂരി വിഭാഗത്തെ കാലത്തെ തുടങ്ങിക്കഴിഞ്ഞ് പുതിയ മദ്യം, മയക്കുമരുന്ന്, ജെൻഡർ ഈക്വാലിറ്റി, അങ്ങനെ പോണോഗ്രാഫി, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അത്രയും സമ്പുഷ്ടമായിട്ടാണ് ഈ പുസ്തകം ഈ മുഹമ്മദ് വേളം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ശീർഷകം കുടുംബം, ഇസ്ലാം, ലിബറലിസം എന്നാണ്. തന്നെയും ഇത് ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല, പുതുതലമുറയിലേക്ക് ഒരു ചെറുപ്പക്കാരായ കുട്ടിയെങ്കിലുമുള്ള മാതാപിതാക്കളും ആ കുട്ടികളും തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവ് കിട്ടാനും. നമുക്കൊരു ട്രാഫിക്കിനെ പറ്റി ഈ പുസ്തകം പറയുന്നുണ്ട്. നമ്മൾ ഇമ്മോറൽ ട്രാഫിക്കിനെ കുറിച്ചിട്ടും അതുപോലെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ജീവിക്കണം, ഈ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ സാധ്യത എന്താണ്, അതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ ഗുണം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇസ്ലാം ഇതിനൊന്നും എതിരല്ല. പക്ഷേ ഇസ്ലാമിൽ ഇതിനൊരു ഉത്തരവുണ്ട്. അങ്ങനെ ഏറ്റവും കൃത്യമായിട്ട് നമുക്കൊരു നല്ലൊരു കുടുംബജീവിതവും നല്ലൊരു സാമൂഹ്യ ജീവിതവും പ്രദാനം ചെയ്യാൻ ഏറ്റവും നല്ല പുസ്തകമാണ്. സമയപരിമിതി മൂലം ഞാനധികം സംസാരിക്കുന്നില്ല. എനിക്ക് ശേഷമുള്ളവർ ബാക്കിയുള്ള കാര്യങ്ങൾ പൂരിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ കൂടുതൽ വായനയും നമ്മളെ കുട്ടികൾ ഇനിയും വായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
അടുത്തായി നമ്മോട് സംസാരിക്കുന്നത് ഗ്രന്ഥകാരനും നോവലിസ്റ്റുമായ ശ്രീ ശ്രീകണ്ഠൻ കരിക്കുമാണ്. അദ്ദേഹത്തെ അലിയാർ സാറിനെ പോലുള്ളവർ ഇവിടെ വരും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല. സാറിൽ ഇങ്ങനെ വന്ന് മുമ്പിലിരിക്കുമ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്നുള്ളതും പ്രയാസമാവും. ഈ പുസ്തകത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ലിബറലിസം എന്ന് പറയുന്നതും നമ്മൾ ഈ പറയുന്ന നവോത്ഥാനം തമ്മിൽ എവിടെയാണ്, ഏത് അതിർവരമ്പിലാണ് തമ്മിൽ തൊട്ടും തൊടാതെയും നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഷാർജ ബുക്ക് ഫെയറിന് ഞാൻ പോയപ്പോൾ ഈ അറബ് നാടുകളിൽ സഞ്ചരിച്ചു. അപ്പോൾ ഇത്രയധികം പുരോഗമനം എങ്ങനെ ആ രാജ്യത്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ മതവും അനുശാസിക്കുന്ന കർമ്മങ്ങളിലൂടെ ഒരു രാജ്യത്തിന് എത്ര എക്സ്റ്റൻഷൻ, എത്ര ദൂരം വരെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് ദുബായി പോലുള്ള നഗരങ്ങളിലൊക്കെ നമുക്ക് ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അതേസമയം തന്നെ ചില സമയത്ത് നമുക്ക് തോന്നും ഇത് ഇത്ര വല്ലാതെ റിജിഡ് ആവുന്നുണ്ടോ, ചില മേഖലകളിൽ റിജിഡ് ആവുന്നുണ്ടോ എന്ന് തോന്നുകയും ചെയ്യും. ഇതിനുള്ളിൽ പറയുന്നുണ്ട്, ഒരു കുടുംബം വിഭജിക്കപ്പെടുമ്പോൾ, കൂട്ടുകുടുംബങ്ങൾ വിഭജിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാ വീടുകളിലുമായി ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജിന് പകരം ഓരോ വീട്ടിലും ഓരോ ഫ്രിഡ്ജും ഓരോ കാറും ഓരോ വീടും മാറുമ്പോൾ മുതലാളിത്തം അവിടെ എന്താണ് കൃത്യമായി നടപ്പിലാക്കുന്നത് എന്ന് ഈ പുസ്തകത്തിനുള്ളിൽ പറയുന്നുണ്ട്. ഇത് ഞാനെപ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് ഏതെങ്കിലും ഒരു ജാതിയോ മതത്തിലോ ഒന്നും മാത്രമല്ല. എൻ്റെ കുട്ടികളുടെ കാര്യം തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഒരു 11 മണിക്കൊക്കെ ശേഷമാണ് അവർ ഉണരുന്നത് രാത്രി. പിന്നെ അവരൊരു 4 മണി വരെ ലൈവാണ് അവർ. നമ്മൾ ഉറങ്ങുമ്പോൾ അവർ വളരെ ആക്റ്റീവാണ്. 2 മണിക്കൊക്കെ കൂട്ടുകാരികളുമായിട്ടൊക്കെ സംസാരിച്ച് ഗ്രൂപ്പ് ഡിസ്കഷനും പഠിത്തവും തമാശ പറച്ചിലും ചിരിയും ഒക്കെയാണ്. നമ്മുടെ ജൈവികമായി പോലും നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും ഈ സമയത്തൊക്കെ ഇത് എങ്ങനെ പറ്റുന്നു എന്ന്. ഈ അടുത്ത കാലത്ത് ഇതുപോലെ എൻ്റെ വീട്ടിനടുത്തൊരു കോളനി പ്രദേശമുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യത്തിനായിട്ട് പോയപ്പോൾ പറഞ്ഞിട്ട് 10 മണിയാകുമ്പോൾ, രാത്രി 10 മണിക്ക് കുട്ടികൾ കളിക്കാനിറങ്ങും. എന്നിട്ട് അവരൊരു വെളുപ്പിനൊരു 4 മണിക്ക് മടങ്ങി വരും. 12 മണി വരെ, പകൽ 12:30 1 മണി വരെ അവർ കിടന്ന് ഉറങ്ങും. സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ വഴികൾ ഇങ്ങനെ വളരുകയാണ്. ഇതെങ്ങനെ വളരുന്നു എന്ന് ചോദിച്ചാൽ ഇതെവിടെയാണ് ഇതിൻ്റെ ഈ മനുഷ്യൻ്റെ ജൈവികമായ, നമുക്ക് സ്വാഭാവികമായി നമ്മൾ രാത്രിയായാൽ ഉറങ്ങണം, പകൽ നമുക്ക് പ്രവൃത്തിയെടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റമൊക്കെ തന്നെ അങ്ങനെ മൊത്തത്തിൽ മാറിപ്പോകുന്നു. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ റോഡിലൂടെ തിന്നുകൊണ്ട് നടക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് കാണാം. നമുക്കൊരു പക്ഷേ അങ്ങനെ നമ്മൾ ശീലിച്ചിട്ടില്ല. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിലൊന്നും മാത്രമല്ല ഇത് കാണുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ, കുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയണ, എന്താ ഇപ്പോഴും പ്രണയിക്കാൻ നിനക്കൊരു പാർട്ട്ണർ, ഒരു ആളെ, ഒരു ലവിലേക്ക് എന്താ ഈ പ്രായമായിട്ടും വീഴാത്തത്, അതൊരു മസ്റ്റല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു 20 വയസ്സായ കുട്ടിക്ക് ഒരു ലവർ ഇല്ലെങ്കിൽ, അങ്ങനെ ഉണ്ടായിരിക്കണം നിർബന്ധമായും, അങ്ങനെ ഉണ്ടായില്ലെങ്കിലും എന്തോ തകരാറാണ്. ഇങ്ങനെ പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ ഒരു സമൂഹം അങ്ങനെയല്ല, പൊതുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. ഇവരെങ്ങനെയാണ് നാളെ സാഹിത്യത്തിനെ കാണുന്നത്, നാളെ അവരെങ്ങനെയാണ് കവിതയെ കാണുന്നത്, അവർ നാളെ എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളെ, മനുഷ്യബന്ധങ്ങളെ കാണുന്നത് എന്ന് ചിന്തിക്കാൻ വളരെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ ചർച്ചയ്ക്ക് കൺക്ലൂഷൻ സമാപനം കുറിപ്പിച്ചുകൊണ്ട് മോഡറേറ്റർ സബദകുന്നക്കാവ്. നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. കുടുംബവും എന്ന മൂല്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ, ഭൂമിയിലെ ആദ്യത്തെ സ്ഥാപനമാണ് കുടുംബം
എന്ന കാര്യത്തിൽ നമുക്കൊന്നും ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന തരത്തിൽ ഈ ഭൂമിയിലേക്ക് ആദ്യമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള പുരുഷൻ, അദ്ദേഹം ആദ്യത്തെ പുരുഷനായിരുന്നു എന്നതോടൊപ്പം തന്നെ ആദ്യത്തെ ഭർത്താവായിരുന്നു, ആദ്യത്തെ പിതാവായിരുന്നു എന്നതാണ്. ഈ ഭൂമിയിലേക്ക് ആദ്യമായി നിയോഗിക്കപ്പെട്ടുള്ള സ്ത്രീ, അവരാദ്യത്തെ സ്ത്രീയായിരുന്നു എന്നതോടൊപ്പം ആദ്യത്തെ ഭാര്യയായിരുന്നു, ആദ്യത്തെ മാതാവായിരുന്നു എന്നതാണ്. അപ്പോൾ അനുഗ്രഹീതമായിട്ടുള്ള, ദൈവം അനുഗ്രഹീതമായി നൽകിയിട്ടുള്ള ഈ കുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് ലിബറൽ കാഴ്ചപ്പാടുകൾക്കെതിരായി കൊണ്ട് പുതിയ പ്രതിരോധം നമുക്ക് തീർക്കേണ്ടിയിരിക്കുന്നു. സംസ്കാരവും സദാചാരവും ഒക്കെ കടലെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലോകത്ത് ലജ്ജയുടെ അവസാന പുടവയും വലിച്ചു കീറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലീന അന്തരീക്ഷത്തിൽ നമുക്ക് അഭയമായിട്ടുള്ളത് തിരിച്ചു പിടിക്കുവാനുള്ള ഒരു മൂല്യസങ്കല്പം എന്ന് പറയുന്നത് തീർച്ചയായും കുടുംബം തന്നെയാണ്. അതുകൊണ്ട് അത്തരം ഒരു കുടുംബ സങ്കല്പത്തിലൂടെ സുരക്ഷിതമായ ഒരു സമൂഹം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് ഉതകുന്ന തരത്തിൽ രാസത്വരകമായി കൊണ്ട്, ഇന്ധനമായി കൊണ്ട് മാറുവാൻ ഈ പുസ്തകം പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർ പാരായണങ്ങൾക്ക് ഈ പുസ്തകത്തെ നിങ്ങൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം എന്ന് ഈ വൈകിയ വേളയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചവർക്കും ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ആശംസകൾ.